ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഫമി റഫീഖ്. ഇന്നൊരു ഗാർഡൻ ടൂറിൻ്റെ വീഡിയോവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് എൻ്റെ കസിൻ്റെ വീടാണ്. ഇവിടെ പല വെറൈറ്റിയിലുള്ള ചെടികളുമുണ്ട്. ഇവിടെ മണി പ്ലാന്റ്സ്, അഗ്ലോമിയ, കലാത്തിൻ, സിങ്കോണിയം, കലേഡിയം, ആന്തോറിയം പ്ലാന്റ്സ്, ഓർക്കിഡ് പ്ലാന്റ്സ്, അങ്ങനെ പല വെറൈറ്റിയിലുള്ള പ്ലാന്റ്സുകളും ഇവിടെയുണ്ട്. ഒരു ഈ കാർപോച്ചിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് ഫുൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഹാങ്ങിങ് പ്ലാന്റ്സും കാർപോച്ചിൻ്റെ സൈഡിലാണ് ഇവരെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടുത്തെ പ്ലാന്റ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് നമ്മൾ റിയോ പ്ലാന്റ് ആണ്. റിയോ പ്ലാന്റ് വെർട്ടിക്കൽ ഗാർഡനിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ള ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇത് സ്പൈഡർ പ്ലാന്റ്, ഇത് അഗ്ലോമിയാണ്. അഗ്ലോമിയൻ്റെ 3 വെറൈറ്റീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒക്കെ ഗ്രീൻ കളർ ലീഫുമോ വൈറ്റ് കളറൊക്കെ വന്നിട്ടുള്ളൊരു ലീഫാണ്. ഈ ഒരു കാണുന്ന പ്ലാന്റിൻ്റെ നെയിം എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം. ഈ ഒരു പ്ലാന്റ് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഡർസീന ഗോൾഡൻ, മിൽക്കി ബാമ്പു എന്നൊക്കെ അറിയപ്പെടും. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയുള്ളൊരു പ്ലാന്റാണ്. പിന്നെ അഗ്ലോമിയാണ്. ഇത് ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. ഇത് പണ്ടാനസിൻ്റെ 2 വെറൈറ്റി ആണിത്. പീസി ലില്ലിയും ഒരു വൈറ്റ് ഫ്ലവറാണ് ഉണ്ടാകാറ്. ഈ ഒരു 3 പ്ലാന്റ്സ് കലാത്തിയിലെ സ്ട്രോമാന്തോ ടെറിസ്റ്റോസ്റ്റാർ എന്നൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ലീഫിൻ്റെ താഴ്ഭാഗമാണ് കൂടുതൽ ഭംഗിയുള്ളത്. ഇത് എമിഗ്രാസി റിപ്പൻഡ. ഇതിമൊരു വൈറ്റ് കളർ ഫ്ലവറാണ് ഉണ്ടാവാറുള്ളത്. ഇനിയുള്ള പ്ലാന്റ് പണ്ടാനസ്. ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് ഗ്രീൻ കളർ ലീഫാണ്. അഗ്ലോമിയ പ്ലാന്റ് ആണ്. ഇത് നോർമലായിട്ട് എല്ലാവരുടെ കയ്യിലും കാണുന്ന ഒരു അഗ്ലോമിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ തൊട്ടടുത്തുള്ളതും അഗ്ലോമിയ പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ ലീഫ് ഗ്രീൻ കളർ ലീഫുമോ വൈറ്റും ഒക്കെ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് പണ്ടാനസാണ്. ഒരു പർപ്പിളും ഗ്രീനും വൈറ്റും ഗ്രീനും ഒക്കെ ഷെയ്ഡ് വരുന്നത് പണ്ടാനസാണ്. അഗ്ലോമിയ കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റാണ് ഡിഫംബാക്സിയ ഡംകെയ്ന് എന്നൊക്കെ പറയുന്നൊരു പ്ലാന്റാണ്. ഇത് കലാത്തിൻ്റെ ലീഫ് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇത് പീസി ലില്ലി 2 തരത്തിലാണ് ഉള്ളത്. ഇത് പണ്ടാനസ് പല വെറൈറ്റിയിലും ഉണ്ട്. ഇത് റിയോ പ്ലാന്റ് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയുള്ള ഒരു പ്ലാന്റാണ്. അഗ്ലോമിയ മിനിയേച്ചർ സിങ്കോണിയാണ്. ഇതിൻ്റെ ലീഫ് ഒരു നീളം ഷേപ്പിലാണ് വരുന്നത്. ഇത് സിങ്കോണിയം. ഇതൊരു പിങ്കും ലൈറ്റ് ഗ്രീനും വന്നിട്ടുള്ള ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ്. ഇതൊരു ലൈറ്റ് ഗ്രീനും ഒരു വൈറ്റും കൂടി വന്നിട്ടുള്ള ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ്. അരേലിയം. ഇത് ബിഗോണിയം ഒരു പിങ്ക് കളർ ഒരു ഫ്ലവർ ഉണ്ട്. ഇത് ഫിലോട്രെൻഡ്ര. ഈ ഒരു പ്ലാന്റ് കലാഞ്ചോ. ഇതിമൊരു റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാവുക. ഇത് സ്പൈഡർ പ്ലാന്റ്. ഈ ഒരു പ്ലാന്റ് പ്രപ്പോമിയ. അടുത്ത പ്ലാന്റ് കലാത്തീന്. ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് വൈറ്റും ഗ്രീനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ലീഫാണ്. ഇത് മിനിയേച്ചർ സിങ്കോണിയം. ഇത് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ നെയിം എനിക്കറിയില്ല. ഇത് സിങ്കോണിയം. ഈ സിങ്കോണിയം പ്ലാന്റിൻ്റെ ലീഫ് ഒരു വെൽവെറ്റ് ആയിട്ടുള്ളൊരു ലീഫാണ്. ഇത് എലിഫൻ്റ് ഇയർ പ്ലാന്റ്. ഈ ഒരു പ്ലാന്റ് ഡിഫൻബാക്സിയ ഡംകെയ്ന് എന്നൊക്കെ അറിയുന്ന ഒരു പ്ലാന്റാണ്. ഇതൊരു ഇൻഡോർ പ്ലാന്റാണ്. ഇത് ബിഗോണിയ. പിന്നെ ഈ ഒരു ഏരിയയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓർക്കിഡാണ്. ഗ്രൗണ്ട് ഓർക്കിഡ്. നല്ല ഭംഗിയുള്ള പൂവാണ് ഇതിമ ഉണ്ടാവാറ്. ഈ ഒരു പർപ്പിൾ കളർ പൂ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഒരു ചെറിയ പൂവായിട്ടാണ്. ഇവിടെ പല വെറൈറ്റിയിലുള്ള കളറുകളുണ്ട്. ഇത് 2 ഷെയ്ഡായിട്ടുള്ള ഒരു ഓർക്കിഡ് പ്ലാന്റ് ആണ്.
പിന്നെ യെല്ലോ കളർ ഉണ്ട്, അതിവിടെ ഇപ്പോൾ ഫ്ലവറൊന്നും കാണുന്നില്ല. അടുത്തതായിട്ട് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് പരിചയപ്പെടുത്തി തരാം. പൊളീനിയ റിപ്പൻസ് വാട്ടർമെലൺ, ആ ഒരു പ്ലാന്റാണിത്. ഇത് ഫിലോഡ്രൻ്റെ ഒരു ഹാങ്ങിങ് ബോട്ടിലാക്കിയിട്ട് വെച്ചതാണ് ഇവർ. ഇത് മണി പ്ലാന്റ് വിഭാഗത്തിൽപ്പെട്ട എൻജോയ് പോത്തോസാണ്. ഇതൊരു ചെറിയൊരു പ്ലാന്റാണ്. അടുത്തൊരു ഹാങ്ങിങ് പ്ലാന്റ് എപ്പീസിയ പ്ലാന്റ് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. പല വെറൈറ്റിയിലുമുണ്ട്. ഇത് മഴക്കാലങ്ങളിലാണ് കൂടുതലായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവാറ്. അടുത്ത പ്ലാന്റ് വാണ്ടറിങ് ജൂ. ഇത് എല്ലാവരുടെ വീട്ടിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ ഗാർഡനൊക്കെ ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫിനൊക്കെ നല്ലൊരു പ്രത്യേക ഷെയ്ഡിങ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. അടുത്ത ഹാങ്ങിങ് പ്ലാന്റ് ടർട്ടിൽ വൈൻ ആണ്. ഇത് എല്ലാവരുടെ കയ്യിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് വെറുതെ വെച്ച് കൊടുത്താലും പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അടുത്ത പ്ലാന്റ് പർപ്പിൾ ടർട്ടിൽ വൈൻ ആണ്. ഇത് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. വെറുതെ ഇതിൻ്റെ പീസൊക്കെ നിലത്ത് വീണാൽ തന്നെ അവിടെ പുതിയ തൈകളൊക്കെ വരും. ഇത് ഫിലോഡ്രൻ്റാണ്. ഇത് ടർട്ടിൽ വൈൻ. ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ബേബി ടിയർ പ്ലാന്റ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ലീഫ് ചെറിയ ലീഫാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അടുത്ത പ്ലാന്റ് ടാങ്കിൾ ഹാർട്ട്. ഇതിൻ്റെ ലീഫ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലീഫായിട്ടാണ് തോന്നിക്കുക. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് പർപ്പിൾ ടർട്ടിൽ വൈൻ. അടുത്ത പ്ലാന്റ് ഗ്രിപ്പിക് ചാർലിംഗ്. ഇത് ഗ്രീൻ കളർ എപ്പീസിയ. പിന്നെ റെഡ് കളർ ഫ്ലവറാണ് ഉള്ളത്. ഇത് നമ്മുടെ വീട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന മണി പ്ലാന്റ് ആണ്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ നെയിം എനിക്കറിയില്ല. ഇത് ഗോൾഡൻ മണി പോത്തോസ്. ഒരു പിങ്ക് കളറ് ബിഗോണിയാണ്. ഇതൊരു ഇലച്ചെടിയാണ്. ഒരു 2 വെറൈറ്റീസാണ് ഉള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഇലച്ചെടിയാണ്. ഇവിടെ ഫുള്ള് കലേഡിയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ഉള്ളത് കൊളിയസ് പ്ലാന്റ് ആണ്. ഇലച്ചെടി, നല്ല കളർഫുള്ളായിട്ടുള്ള ഇലച്ചെടികളാണ്. പല വെറൈറ്റിയിലുമുണ്ട്. ഈ ഒരു ഇലച്ചെടി തന്നെ കാണാൻ എന്ത് ഭംഗിയാല്ലേ, ഇതിൻ്റെ ലീഫൊക്കെ. ഇത് റിയോ പ്ലാന്റ്. വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടൊരു റിയോ പ്ലാന്റ്. ഇത് പർപ്പിൾ ഹാർട്ട് പ്ലാന്റ് ആണ്. ഇതിനൊരു പിങ്ക് കളറ് ഫ്ലവറാണ് ഉണ്ടാവാറുള്ളത്. ഇവിടുത്തെ ആന്തോറിയൻസ് കളക്ഷൻസ് ഒന്ന് കണ്ടു നോക്കാം. പല വെറൈറ്റിയിലുള്ള ആന്തോറിയം ചെടികളുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ഇവർ ആന്തോറിയ ചെടികളാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ആന്തോറിയ ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോഴും അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല ഭംഗിയുള്ള ആന്തോറിയ ചെടികളാണ് ഇവിടെ ഉള്ളത്.
ഇപ്പോൾ വെയിലുള്ള സമയമായതുകൊണ്ട് അവർ തണലുള്ള ഭാഗത്താണ് ആന്തോറിയ ചെടികൾ വെച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ബിഗോണിയം പ്ലാന്റ്സ് ആണ്, 2 വെറൈറ്റീസ്. ഇത് പീസി ലില്ലി. ഈ ഏരിയയിലൊക്കെ പുതിയ തൈകൾ നട്ടുപിടിപ്പിച്ചതാണ്. ഈ പർപ്പിൾ ലീഫായിട്ടുള്ളത് റൂബി ഗ്രാസ്, ഇതിന് പല പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതും ബിഗോണിയം പ്ലാന്റ് ആണ്. ഇതും ബിഗോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇത് കൊളീസിയം പ്ലാന്റ്, ഇലച്ചെടി തന്നെ. നല്ല കളർഫുള്ളായിട്ട് ഇവർ തെങ്ങിൻ്റെ ചുവട്ടിലായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഈ ഇലച്ചെടിയുടെ നടുവിലായിട്ടൊരു കാശിത്തുമ്പയുടെ ഒരു തെയ്യമുണ്ട്. അടുത്ത പ്ലാന്റ് ലക്കി ബാമ്പു. ലക്കി ബാമ്പു ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് പോട്ട് ചെയ്ത് വെക്കാം. ഇതൊരു ഓലച്ചെടി, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതൊരു ഫിലോഡ്രണ്ട. ബിഗോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റി. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ഇലച്ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കൊളീനിയസ് പ്ലാന്റ്. ഇത് ഫിലോഡൻഡ്രോണ്. ഇത് ബിഗോണിയം. ഇത് ലക്കി ബാമ്പു. ഇത് ഗ്രീൻ കളറ് മണി പ്ലാന്റ് ആണ്. ഇത് കലാത്തിനും ബിഗോണിയും. ഇത് ബിഗോണിയം പ്ലാന്റ്. ബിഗോണിയം പ്ലാന്റ് പല വെറൈറ്റിയുള്ള പ്ലാന്റ്സും ഇവിടെ ഉണ്ട്. ഗാർഡനും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്കറിയാവുന്ന പ്ലാന്റ്സിൻ്റെ നെയിമൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.